ദജ്ജാലിന്റെ പുറപ്പാട് എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യമേ പറയാറുള്ളത്, നിങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രസംഗം കേൾക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് സാസിലിരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ സംസാരിക്കണം. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നേരത്തെ പ്രിയ സുഹൃത്ത് ശിഹാബ് ഉസ്താദ് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന ആളുടെ ശൈലി, പ്രസംഗിക്കുന്ന ആൾ ആരാണ്, ആ ശൈലി എന്താണ്, ശബ്ദം എന്താണ്, രീതി എങ്ങനെയാണ്, ഇതൊന്നും ശ്രദ്ധിച്ചിരിക്കാതെ പ്രഭാഷണങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെ സജീവമാണ്. പ്രഭാഷണങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. പ്രഭാഷണം കേൾക്കാൻ ആളുകളുടെ കുറവും പൊതുവേ ഇല്ല. പക്ഷെ നേരത്തെ പറയപ്പെട്ടതുപോലെ പ്രഭാഷണങ്ങളെ കൊണ്ട് സമുദായത്തിൽ എന്ത് മാറ്റുമെന്ന് ചോദിച്ചാൽ വളരെ അപകടകരമാണ് അവസ്ഥ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രഭാഷണം ഒരു ആസ്വാദനമായി മാറരുത്, ഒരു കലാപ്രകടനമായി തീരരുത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പറയുന്നത് പോലെ അമൽ ചെയ്യാൻ എനിക്കും, കേൾക്കുന്നത് പോലെ അമൽ ചെയ്യാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദജ്ജാലിന്റെ ആഗമനം എന്ന വിഷയം ചർച്ച ചെയ്യുകയാണ്. വിഷയത്തിന്റെ നാനാവശത്തിലേക്ക് കടന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഏതാനും അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് മാത്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഏതാനും ചില ഹദീസുകളിൽ വന്ന ചില സംഭവങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ലോകാവസാനത്തിന്റെ ലക്ഷണമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽപ്പെട്ട ഒരു ലക്ഷണമാണ് ദജ്ജാൽ എന്ന് പറയുന്ന ലോകത്ത് മൊത്തം നാശം വിതയ്ക്കുന്ന ഒരു അക്രമകാരിയുടെ ആഗമനം. നേരത്തെ ശിഹാബ് ഉസ്താദ് പറഞ്ഞതുപോലെ ലോകം അവസാനിക്കുന്ന സമയത്ത് ഏത് ദിവസമാണ്, എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് അല്ലാഹുവിന്റെ റസൂലോ വിശുദ്ധ ഖുർആനോ നമുക്ക് അറിയിച്ചിട്ടില്ല. മറിച്ച് അതിന്റെ തൊട്ടു മുമ്പ് വരുന്ന വലിയ ചില അത്ഭുതങ്ങളെ കുറിച്ച്, ചില അടയാളങ്ങളെ കുറിച്ച്, അതിനു മുമ്പ് സംഭവിക്കുന്ന ചെറിയ അടയാളങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ 10 അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ദജ്ജാൽ എന്ന് പറയുന്ന ലോകത്ത് മൊത്തം നാശമുണ്ടാക്കുന്ന, ലോകത്ത് വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു അക്രമിയുടെ പുറപ്പാട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നമസ്കാരത്തിൽ നിർബന്ധമായി, അല്ലെങ്കിൽ നിർബന്ധമായ അത്തഹിയാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച, നമ്മളോട് അഭയം തേടാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച ഒരു കാര്യമാണ്, ഒരു സംഭവമാണ് ദജ്ജാൽ. 4 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാര്യമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്ന്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും നാശങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ദജ്ജാലിന്റെ നാശങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തോളണമേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു അല്ലാഹുവേ എന്ന് വിശ്വാസികൾ നിസ്കാരത്തിന്റെ ഒടുവിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷെ ഇന്ന് വരെ നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമസ്കാരത്തിൽ പോലും അള്ളാഹുവിനോട് കാവല് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്, ഗൗരവതരമായ ഒരു സംഭവമായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്. വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ നിർബന്ധമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽക്ക് വിശ്വാസികൾ അള്ളാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്താകെ നാശം വധിക്കുന്ന, ലോകത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന, ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തെ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് ലോകാവസാനം അടുക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണമായിട്ട് അയക്കുന്ന ദജ്ജാൽ എന്ന് പറയുന്ന അക്രമിയുടെ നാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ. ഇത്രയും ഗൗരവതരമായ ഒരു കാര്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ചർച്ച ചെയ്തില്ല. ഞാനും കുറെ പ്രാവശ്യം മുമ്പൊക്കെ വാള് പറയാൻ വന്നിട്ടുണ്ട്, അന്ന് നമ്മളിത് പറഞ്ഞിട്ടില്ല. വേറെ കുറെ വിഷയങ്ങളായി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമസ് സാഅത്തി ഖൽഖുൽ അക്ബർ മിനദ് ദജ്ജാൽ. ഖിയാമത്ത് നാളിന്റെ ആഗമനം വരെ
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഖിയാമത്ത് നാൾ വരേക്കും ഈ ഭൂമുഖത്ത് മനുഷ്യ ചരിത്രത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദജ്ജാലിന്റെ ആഗമനം പോലെ ദജ്ജാലിന്റെ നാശം പോലെ ലോകത്തതുപോലെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് മുഖ്ബിർ സാദിഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്ത് ധാരാളം പ്രശ്നങ്ങൾക്ക്, ധാരാളം അരാജകത്വത്തിന്, ധാരാളം പ്രശ്നങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നമ്രൂദ് എന്ന് പറയുന്ന അക്രമിയായ മനുഷ്യന്റെ സംഹാര താണ്ഡവത്തിന് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ എന്ന് പറയുന്ന അക്രമകാരിയെ ലോകം കണ്ടിട്ടുണ്ട്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂജഹൽ അടക്കമുള്ള, അബൂലഹബ് അടക്കമുള്ള, ഉത്ബത്ത് അടക്കമുള്ള പ്രവൃത്തികളെ ലോകം കണ്ടിട്ടുണ്ട്. അതിനുശേഷം താർത്താനികളുടെ കടന്നാക്രമണം ബഗ്ദാദിന്റെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റല്ലമായിരുന്ന ബഗ്ദാദിന്റെ തെരുവുകളിൽ, ബഗ്ദാദിന്റെ പട്ടണത്തിൽ, ബഗ്ദാദിന്റെ പ്രദേശത്ത് താർത്താനികളുടെ കുൽസിതമായ, താർത്താനികളുടെ നീചമായ, ക്രൂരമായ അക്രമങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ലോകം കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ പിശാചിന്റെ ദജ്ജാലിന്റെ പ്രശ്നം പോലെ, ദജ്ജാലിന്റെ ഫിത്ന പോലെ ഒരു ഫിത്ന ലോകത്തുണ്ടായിട്ടില്ല എന്ന്, ഇനി ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഗൗരവം? ഏതൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരെല്ലാവരും തന്നെ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത ഒരു പ്രവാചകനും ഇവിടെ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, കലീമുല്ലാഹി മൂസായും പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാര് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത, ദജ്ജാലിനെ കുറിച്ച് തന്റെ ജനതകൾക്ക് മുന്നറിയിപ്പ് നൽകാത്ത ഒരു പ്രവാചകനും ഇവിടെ വന്നിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. എല്ലാ പ്രവാചകന്മാരും ഇവന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞു. അത്രയും ഗൗരവതരമാണ്, അത്രയും തീക്ഷ്ണമാണ്, ഭയാനകരമാണ്, ബീഭത്സമാണ് ആ അക്രമിയുടെ ജൈത്രയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിനൊടുവിൽ അള്ളാഹുവോട് അഭയം ചോദിക്കാൻ പറഞ്ഞു. വേറെന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം അപകടങ്ങളുണ്ട്, വേറെന്തെല്ലാം നാശങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും പ്രധാനപ്പെട്ട ഖബറിന്റെ അദാബ്, നരകത്തിന്റെ ശിക്ഷ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നാശങ്ങളും, അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദജ്ജാലിന്റെ പരീക്ഷണം, അതിൽ നിന്ന് പടച്ചവനോട് കാവല് ചോദിക്കണമെന്ന് പറയുമ്പോ അത് അത്രയും പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഖലു നാസു അൽ ദിക്രിഹി വഹത്താ തത്റകുൽ അയിമ്മത്തു ദിക്റഹു അലൽ മനാബിരി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദജ്ജാൽ വരികയില്ല ഏതുവരെ ആളുകൾ ദജ്ജാലിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു കാലം വരും, ആ ചർച്ചയെ നടക്കാത്തൊരു കാലം വരും, അതിനെക്കുറിച്ച് മനുഷ്യന്മാർ ആലോചിക്കാത്തൊരു സാഹചര്യം വരും. വഹത്താ തത്റകുൽ അയിമ്മത്തു ദിക്റഹു അലൽ മനാബിരി. മിമ്പറുകളുടെ മുന്നിൽ വെള്ളിയാഴ്ച ഖുത്ബകളിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാവില്ല, പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ല. ഇങ്ങനെ ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ നാശം പിടിച്ച ഈ സംഭവത്തെ സമൂഹം അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തില് ദജ്ജാലിന്റെ ആഗമനം ഉണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതും റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ചർച്ചയേ ആവൂല, അത് വിഷയമല്ല. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ആ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ കൂടെ കണ്ടിരുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം,
മഹാന്മാരായ സഹാബത്തിന്റെ മുന്നില് അള്ളാഹുവിന്റെ റസൂല് ദജ്ജാലിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച്, ദജ്ജാൽ വിതയ്ക്കുന്ന നാശങ്ങളെ കുറിച്ച്, അവനുണ്ടാക്കുന്ന അക്രമങ്ങളെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഹാബത്ത് സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വഖത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ ചിലരെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി കയറി വരുമ്പോ സഹാബാക്കൾ ഇങ്ങനെ 4 ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങോട്ടൊന്ന് നോക്കും, ഇങ്ങോട്ടൊന്ന് നോക്കും. അങ്ങനെ എന്തോ കണ്ട് പേടിച്ച് വരുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂല് കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ വരുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കഴിഞ്ഞ സമയം നമസ്കാരത്തിന് വന്നപ്പോ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലയോ, ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറഞ്ഞില്ലയോ, അവന്റെ ഭീഭത്സമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞില്ലയോ? യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കിപ്പോ പേടി വരികയാണ് നബിയേ. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെയോ ഇവിടെയോ ആ തോട്ടത്തിലോ മറ്റോ ദജ്ജാൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാ. അതുകൊണ്ടാണ് നബിയേ ഞങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ടതുപോലെ വന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഞാനുള്ള സമയത്താണ് ദജ്ജാൽ വരുന്നതെങ്കിൽ ഞാനാണ് അവനെ പ്രതിരോധിക്കുക. ഞാനായിരിക്കും അവന്റെ ലക്ഷ്യം, അവനെ പ്രതിരോധിക്കുന്നവനും ഞാനായിരിക്കും. അതുകൊണ്ട് സഹാബ, ഞാനുള്ള കാലഘട്ടത്തിൽ ആ ദജ്ജാലിന്റെ പുറപ്പാടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഈ സമുദായത്തിനോട് ഏറ്റവും വലിയ ഗുണകാംക്ഷയുള്ള, ഈ സമുദായത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ താല്പര്യമുള്ള, ഈ സമുദായത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രതയുള്ള അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സഹാബത്തിനോട് പറഞ്ഞു, അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നേരെ മറിച്ച് എന്റെ കാലത്തിന് ശേഷമാണ് ദജ്ജാലിന്റെ വരവെങ്കിൽ അല്ലാഹുവിനെ ഞാൻ എന്റെ കാര്യത്തിൽ പ്രതിനിധിയാക്കുകയാ. ഞാനില്ലാത്തൊരു കാലഘട്ടത്തിലാ ദജ്ജാൽ വരുന്നതെങ്കിൽ എന്റെ ഉമ്മത്തിനത് അനുഭവിക്കേണ്ടി വരുന്നൊരു കാലം വന്നാൽ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ റബ്ബേ, നീ ഏറ്റെടുക്കണേ റബ്ബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദജ്ജാൽ നിങ്ങളിൽ സമാഗതമായി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവോട് കാവൽ ചോദിച്ചു കൊള്ളട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കള് ആ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായിട്ട് വളരെ ജാഗ്രതയോടുകൂടെ കണ്ടിരുന്ന, വളരെ പ്രയാസത്തോടുകൂടെ കണ്ടിരുന്ന ഒരു കാര്യമാണിത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം കഴിഞ്ഞ്, സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഖിയാമത്ത് നാളിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കെന്ന് പ്രതീക്ഷിക്കേണ്ട, പേടിക്കേണ്ടുന്ന ആളുകളാ. എന്നിട്ട് പോലും നമുക്കതിനെ കുറിച്ചൊരു പ്രശ്നമേ ഇല്ല. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നുവരെ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് ആലോചിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് കാരണം സത്യവിശ്വാസികൾ ഇത് സമുദായം അവഗണിച്ചെന്ന് മാത്രമല്ല, ചില ആളുകൾ ഇതിനെ നിഷേധിക്കുക വരെ ചെയ്തു. ചില ഉൽപ്പതിഷ്ടുക്കൾ, ഖാദിയാനിയെ പോലെയുള്ള, ഖാദിയാനി പിന്നെ കാഫിറാണ്, ഇസ്ലാമിന്റെ അകത്ത് തന്നെയുള്ള, ഇസ്ലാമിന്റെ അകത്തുള്ളവരെന്ന് പറയപ്പെടുന്ന ബിദ്അത്തിന്റെ അഹ്ലുകാർ, ജമാൽ അഫ്ഗാനിയെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള, റഷീദ് റിദായെ പോലെയുള്ള ഉൽപ്പതിഷ്ഠക്കളായ ആൾക്കാർ ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസ്, മുത്തവാത്തിറായ ഹദീസുകൾ, തള്ളിക്കളയാൻ പറ്റാത്ത ഹദീസുകൾ. എന്നിട്ടും അവരൊക്കെ പറഞ്ഞു അത് ബുഖാരിയിൽ അങ്ങനെ ഹദീസൊക്കെ ഉണ്ട്, പക്ഷെ അത് ആധുനിക കാലഘട്ടത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, ജാഹിലിയ്യത്തിന്റെ അല്ലെങ്കിൽ ഈ അധിനിവേശത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ കിരാതത്വത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിൽ പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ്. അല്ലാതെ ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയൊന്നുമില്ല. അതൊരു പ്രതീകാത്മകമായ പ്രയോഗമാണ്. അതൊരു പക്ഷേ ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ കുറിച്ച് ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ സൂചന നൽകിയതായിരിക്കാം. ഇങ്ങനെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിപ്പിച്ചൊപ്പിച്ച് നിഷേധിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ.
യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൽ ഈമാനുഹാ ലം തകുൽ ആമനതു മിൻ ഖബൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പടച്ചവന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന സന്ദർഭം, ആ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ആ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിച്ചാൽ ആ വിശ്വാസം അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിനുശേഷമുള്ള ഈമാൻ അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലിൽ തദുറൂ ഇന്നാ മുൻതദിറൂൻ, നിങ്ങൾ കാത്തിരിക്കുക, നമ്മളും കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി അല്ലാഹു ഉണ്ടാക്കുന്ന ചില ദൃഷ്ടാന്തങ്ങള്, ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ വിശ്വസിച്ചാൽ ആ വിശ്വാസം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്നോണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ ഇദാ ഖറജ്നാ ലാ യൻഫഉ നഫ്സൽ ഈമാനുഹാ ലം തകുൽ ആമനതു മിൻ ഖബൽ. മൂന്ന് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനമായി സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നടയാളങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈമാൻ അല്ലാഹു സ്വീകരിക്കില്ല. അതിനുശേഷം ആരെങ്കിലും വിശ്വസിച്ചാൽ അല്ലാഹു കബൂലാക്കില്ല, പശ്ചാത്തപിച്ചാൽ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ മൂന്ന് കാര്യങ്ങൾ ഏതാണെന്നറിയുമോ? എന്ന് പറയുന്ന ഖിയാമത്തിന്റെ തൊട്ടടുത്ത് സംഭവിക്കുന്ന ഒരു വിചിത്ര ജീവിയുടെ പുറപ്പാടാണ്. ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് വരുന്ന ഒരു അത്ഭുത ജീവിയുടെ പുറപ്പാടാണ്. അത് ഖിയാമത്തിന്റെ തൊട്ടടുത്ത് സംഭവിക്കുന്ന കാര്യമാ. മറ്റൊന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കലാ. ഇന്ന് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു പൊങ്ങുന്ന സൂര്യനുണ്ടല്ലോ, ഒരു ദിവസം ഇതാ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യാൻ പോവുകയാണ്. വശമസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. അതിന്റെ നിശ്ചിത സ്ഥാനത്തേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനുണ്ടല്ലോ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് തുടങ്ങിയിട്ട് ഇന്നോളം കൃത്യമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ, ആ സൂര്യനിതാ മറിച്ച് കടങ്ങാൻ പോവുകയാണ്. ഇന്ന് ഏറ്റവും പുതിയ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തല്, അമേരിക്കയിലെ നാസ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ ശാസ്ത്ര സ്ഥാപനമാകുന്ന ആ സ്ഥാപനത്തിന്റെ സയന്റിസ്റ്റുകൾ പറയുകയാണ്, ലോകാവസാനത്തിന്റെ ലക്ഷണമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ പോണത്. ഈ ചലനത്തിലല്ല, കറക്കത്തിലല്ല, ഒരു മാറ്റം ഇതാ വരാൻ പോവുകയാണ്. അതിന്റെ വ്യക്തമായ സൂചനകൾ കാണുകയാണ് എന്ന് ഏറ്റവും പുതിയ കണ്ടെത്തൽ പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലേ, തെറ്റാത്ത നാവിനുടമേ, മുഖ്ബിറായ മുഖ്ബിറു സാദിഖായ മുത്തുനബിയേ, ആ റസൂല് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതാ. ഖിയാമത്തിന്റെ തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന അത്ഭുതം. ഒരു ദിവസം നേരം വെളുത്ത് നോക്കുമ്പോ പടച്ചോനെ, കിഴക്കല്ലല്ലോ സൂര്യൻ ഉദിച്ചത്, പടിഞ്ഞാറാണല്ലോ സൂര്യൻ ഉദിച്ചു വരുന്നത്. ആളുകൾ വെപ്രാളപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സത്യമാണല്ലോ, ഇത് സത്യമായ മതമാണല്ലോ എന്ന് കരുതിയിട്ട് ആരെങ്കിലും പിന്നെ വിശ്വസിച്ചാൽ ആ വിശ്വാസമല്ല സ്വീകരിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ ഇത് കണ്ടാൽ പിന്നെ വിശ്വസിക്കുമല്ലോ മനുഷ്യന്മാര്, ഇല്ലേ? ഇതെങ്ങനെ പറയുമ്പോ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നു പറയുമ്പോ അങ്ങനെ ഉണ്ടാവോ? ദാബത്തുൽ അർള് പറഞ്ഞിട്ടൊരു സാധനം വരുമെന്ന് പറയുമ്പോ അങ്ങനെ സംഭവിക്കോ? അങ്ങനെ വന്നാൽ അതിപ്പോ എവിടെ വരിക? എല്ലാ സ്ഥലത്തേക്കും അങ്ങനത്തെ ഒരു മൃഗത്തിന് വരാൻ പറ്റുമോ? അങ്ങനെ ഒരു മൃഗം ഉണ്ടാവോ? ഇപ്പൊ സംശയിക്കുന്ന ആളുകൾ നേരിട്ടങ്ങ് കാണുമ്പോ പിന്നെ വിശ്വസിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് റസൂല് പറഞ്ഞത്, പിന്നത്തെ വിശ്വാസമല്ല സ്വീകരിക്കുകയില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ യുമിനൂന ബിൽ ഗൈബി, ഗൈബായ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ഈമാൻ എന്ന് പറയുന്നത്. നേരിട്ട് കണ്ട് വിശ്വസിച്ചാൽ ആ വിശ്വാസം സ്വീകാര്യമല്ല. മരിക്കുന്ന സമയത്ത് മലായികത്തിനെ കണ്ടാൽ പിന്നെ വിശ്വസിച്ചാൽ ആ വിശ്വാസം സ്വീകാര്യമല്ല. ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചപ്പോ നൈൽ നദിയിൽ മുങ്ങുന്ന സമയത്ത് ആമല്ലാ ബി
റബ്ബി മൂസ എന്ന അവസാനത്തെ മൂമെന്റിൽ പറഞ്ഞപ്പോൾ അല്ലാഹു അത് തള്ളിക്കളഞ്ഞതാണ്. ഇതാണ് കാര്യം. നേരിട്ട് കാണുന്ന സമയത്ത് അതിൽ കാര്യമില്ല. അല്ലദീന യൗമിനൂന ബിൽ ഗൈബി. അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഖിയാമത്തിന്റെ തൊട്ടുമുമ്പ് വരുന്നത്. ദാബത്തിന്റെ ആഗമനവും അതേപോലെ സൂര്യന്റെ പടിഞ്ഞാറ് നിന്നുള്ള ഉദയവും. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദജ്ജാൽ. പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ പോലെ സൂചന നൽകിയ ഈ സംഭവം ഇമാം ബുഖാരി അടക്കമുള്ള ഇമാം മുസ്ലിം അടക്കമുള്ള അതേപോലെ സിഹാബു സിത്തയുടെ മറ്റ് കിതാബുകൾ ഇമാം അഹ്മദിന്റെ മുസ്നദ് അടക്കമുള്ള ധാരാളം ഹദീസുകളിൽ മുത്തവാത്തിറായി വന്ന ധാരാളം ഹദീസുകൾ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു നിസ്സാര കാര്യമാണെങ്കിൽ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറയേണ്ട കാര്യമുണ്ടോ? വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചേ പറ്റൂ. കാര്യങ്ങൾ പോകുന്നത് സിറ്റുവേഷനുകൾക്കൊക്കെ മാറ്റം വരും. ഇന്നുള്ള ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ഇത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. വർത്തമാനകാല സാഹചര്യത്തിൽ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ദജ്ജാൽ എന്ന് പറയുന്ന ഈ പഹയിൽ വന്നു കഴിഞ്ഞാൽ മാമിൽ ബലദിൻ ഇല്ലാ സയതുഅ ദജ്ജാൽ ഗൈറ മക്ക വൽ മദീന ഔ കമാ ഖാല റസൂലുള്ളാഹി. ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവനെത്തും, അല്ലെങ്കിൽ അവന്റെ സ്വാധീനമെത്തും, മക്കയും മദീനയും ഒഴിച്ച്. അവർ നിഷേധിക്കുന്ന ചില ആൾക്കാർ പറഞ്ഞത് അങ്ങനെ ലോകത്ത് മൊത്തം ഒരാൾ വന്നിട്ട് എല്ലായിടത്തും എത്താന്ന് പറയുമ്പോൾ സാധിക്കുന്ന കാര്യമാണോ? ഇന്നിപ്പോ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അല്ലേ? ഏറ്റവും വേഗതയുള്ള ഫ്ലൈറ്റുകളും സംവിധാനങ്ങളും മാത്രമല്ല ഇന്നത്തെ ടെക്നോളജി തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി ദജ്ജാൽ വരുമ്പോഴേക്ക് ഈ ടെക്നോളജിയുടെ വികാസം ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ കോപ്പുകളും ഒരുപക്ഷെ ദജ്ജാൽ സ്വായത്തമാക്കിയിരിക്കാം. സാധ്യതയുണ്ട്. ദജ്ജാലിന് ചില അത്ഭുതങ്ങളൊക്കെ പറയാൻ പോകുന്നു, സമയം കിട്ടിയെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി, ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ട് രംഗപ്രവേശം ചെയ്യുന്ന അവൻ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നാശമായിട്ട്, ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് രംഗപ്രവേശം ചെയ്യുകയാണ്. ഈ ദജ്ജാൽ എന്ന് പറയുന്ന സാധനം എന്താണ്? അവൻ ആരാണ്? അവൻ എവിടെയാണ്? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ദിജ്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഖ്ദബുൽ കദിബ്, ഏറ്റവും വലിയ കള്ളം, ഏറ്റവും വലിയ കള്ളം പറയുന്നവൻ എന്നാണ് ദജ്ജാൽ എന്ന് പറയുന്ന വാക്കിന്റെ ഭാഷാർത്ഥം. കല്ല് വെച്ച നുണയൻ, അങ്ങനെ പറയില്ലേ? കല്ല് വെച്ച നുണ. ഈ അർത്ഥത്തില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാം. വേറൊരു ഹദീസ്, ലാ തഖൂമു الساعة حتى يبعث دجالون كذابون قريبا من 30 كلهم يزعم أنه رسول الله. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖിയാമത്ത് നാളിന് മുമ്പായിട്ട് കളവ് പറയുന്ന, ഏറ്റവും വലിയ കളവ് പറയുന്ന 30ഓളം ദജ്ജാലുകൾ ലോകത്ത് വരുമെന്ന്. ഖിയാമത്തിന്റെ മുമ്പായിട്ട് വലിയ കളവ് പറയുന്ന 30ഓളം ദജ്ജാലുകൾ. അവിടെ അള്ളാഹുവിന്റെ റസൂൽ 30ഓളം ദജ്ജാൽ എന്ന് പറഞ്ഞാൽ മസീഹു ദജ്ജാലാകുന്ന ദജ്ജാലിനെ കുറിച്ചല്ല, വലിയ കളവ് പറയുന്നവർ. അവർ പറയുന്ന ഏറ്റവും വലിയ കളവ് എന്താ? കുല്ലുഹും യസ്അമു അന്നഹു റസൂലുള്ളാഹ്. അവർ പറയുന്ന ഏറ്റവും വലിയ കളവ്, അവര് പ്രവാചകത്വം വിശ്വസിച്ചുകൊണ്ട് പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് ഇറങ്ങുന്നവരാണ്. പ്രവാചകനാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം ഒരു നബി വരാനില്ല. ലാ നബിയ ബഅദീ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഖാതിമുർ റസൂലാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ? അല്ലാഹുവിന്റെ റസൂലോട് കൂടെ പ്രവാചകത്വം അവസാനിച്ചു പോയില്ലേ? ഇനി ഖിയാമത്ത് നാൾ വരേക്കും ആ പ്രവാചകൻ ലോകത്തിന് കിട്ടേച്ചു പോയ പരിശുദ്ധ ഖുർആൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാതെ മനുഷ്യന് വെളിച്ചം കാണിക്കുമ്പോ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിസമാപ്തി കുറിച്ചതാ. ആ പ്രവാചകന് ശേഷം വീണ്ടും പ്രവാചകത്വം ആരോപിക്കുന്നവരെ അവര് ദജ്ജാലുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ, അസ്വദുൽ അൻസിയെ പോലെ, സജാഹിനെ പോലെ, മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയെ പോലെ, ബഹാവുദ്ദീൻ ഇറാനിയെ പോലെ ലോകത്ത് പ്രവാചകത്വം ആരോപിച്ച, പ്രവാചകത്വം അവകാശപ്പെട്ട ധാരാളം കള്ളന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഇന്ത്യ രാജ്യത്ത് വന്ന ഒരു കള്ളനാണ്, ഒരു ദജ്ജാലാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. അതേപോലെ തന്നെ അടുത്ത കാലഘട്ടത്തിൽ വന്ന വേറൊരു കള്ളപ്രവാചകനാണ്, വേറൊരു ദജ്ജാലാണ് ബഹാഉദ്ദീൻ ഇറാനി. ഇവരുടെയൊക്കെ ആസ്ഥാനം യഥാർത്ഥത്തിൽ ഇസ്രായേലാണ്. ഖാദിയാനി പഞ്ചാബുകാരനാണെങ്കിലും ഖാദിയാനിസത്തിന്റെ ആസ്ഥാനം ഇസ്രായേലിലാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം, ഇത് ഇസ്രായേലിന്റെ പ്രൊഡക്റ്റാണ്. ഏറ്റവും വലിയ കള്ളന്മാർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതേപോലത്തെ ഒരു ദജ്ജാലുണ്ടായിരുന്നു. ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അന്ന് സഹാബാക്കൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ലോകത്ത് നാശം വിതയ്ക്കുന്ന വലിയ അക്രമി ഇവനായിരിക്കുമെന്നുള്ളൊരു ധാരണ, ഒരു വിശ്വാസം സഹാബാക്കൾക്കിടയിലുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കാണാൻ പോകുന്ന ഒരു സംഭവമൊക്കെ സഹീഹ് ബുഖാരിയിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മൾ ഉള്ള സമയം കൊണ്ട് കുറച്ച് ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സഹീഹ് ബുഖാരിയിലെ 1-2 സംഭവങ്ങളൊക്കെ അങ്ങനെ കാണാം. ഇയാളെ അള്ളാഹുവിന്റെ റസൂൽ കാണാൻ പോകുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ദേഷ്യം വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയെ, ഇവനെ ഞാൻ കൊന്നു കളഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു 15-16 വയസ്സുള്ള ഒരു ജൂതൻ ആയിരുന്നു അയാൾ. അയാളൊരു ജ്യോത്സ്യനായിരുന്നു. ചില ചെപ്പിടി വിദ്യകളൊക്കെ കാണിക്കും, അദൃശ്യ കാര്യങ്ങൾ പറയും എന്ന് പറയും. അങ്ങനത്തെ ഒരു ജ്യോത്സ്യൻ. അവനെ കുറിച്ച് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി പറയാൻ കാരണം ഈ അർത്ഥത്തിലാണ്. ഏതർത്ഥത്തിൽ? വലിയ കള്ളം പറയുന്ന ജ്യോത്സ്യന്മാര് പലപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ കുറെ ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന ആളുകളെ അവിശ്വസിപ്പിച്ചുകൊണ്ട്, ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ട്, ആളുകളെ വശീകരിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പെരുങ്കള്ളൻ. പക്ഷേ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് മാനസാന്തരം തന്നു എന്നൊക്കെ ഇതിന്റെ ബാക്കി പത്രങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യം, ദജ്ജാൽ എന്ന് പറയുന്ന പ്രയോഗം വലിയ കളവ് നടത്തുന്ന ആളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളൽ, അവൻ പ്രവാചകത്വമല്ല ആരോപിക്കുന്നത്, പ്രവാചകത്വമല്ല അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദിവ്യത്വമാണ് അവൻ അവകാശപ്പെടുന്നത്. ദൈവമാണെന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്ന ഏറ്റവും വലിയ നാശക്കാരിയായ ദജ്ജാൽ, അല്ലാഹുവിന്റെ റസൂല് കാവൽ ചോദിക്കാൻ പറഞ്ഞ ദജ്ജാൽ, ആ ദജ്ജാൽ ഇന്ന് എവിടെയാണുള്ളത്? അവൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലേ? അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയകളിൽ വ്യാപിച്ച ഒരു സംഭവമുണ്ട്. ഇസ്രായേലിൽ ഒറ്റക്കണ്ണനായ ഒരു കുഞ്ഞ് ജനിച്ചു. എന്റെ മൊബൈലിനകത്തുണ്ട് ആ പിക്ചർ. ഒരു കണ്ണുള്ള, നെറ്റിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു കണ്ണുള്ള, തുറിച്ച ഒരു കണ്ണുള്ള. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിന്റെ ഒരു കണ്ണ് തെറിച്ചു നിൽക്കുന്ന മുന്തിരി പോലെ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസുണ്ട്. അതായത് ഒരു മുന്തിരിക്കൊലയിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന മുന്തിരി പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണായിരിക്കുമെന്ന്. ഇസ്രായേലിൽ ഏതോ ഒരു മാതാവ് പ്രസവിച്ചത് ഒരു കുഞ്ഞാണത്രേ, ഒരു കുട്ടി. ആ കുട്ടിയുടെ നെറ്റിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, അതിങ്ങനെ തുറിച്ചു നിൽക്കുക. ഇതായിരിക്കും ദജ്ജാൽ. മാതാവ് ആ കുട്ടിക്ക് ദജ്ജാൽ എന്ന് പേരും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ചെയ്തിരുന്നു. ഫേക്ക് ന്യൂസ് ആണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ദജ്ജാൽ അതൊന്നും ആയിരിക്കൊള്ളണമെന്നില്ല. ഒറ്റ കണ്ണുണ്ടെന്ന് വെച്ച് എല്ലാവരും ദജ്ജാലാവോ? 1 ലക്ഷത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അംഗവൈകല്യമാണത്. ഒരു കണ്ണോടുകൂടെ മാത്രം ജനിക്കുക എന്ന് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് സംഭവിക്കാവുന്ന ഒരു വൈകല്യമാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ തലമുറയും കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ, തളിക്കുളത്ത് അങ്ങാനോ അങ്ങനത്തെ ഒരു അംഗവൈകല്യം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പാട്, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കഷ്ടം പടച്ചോൻ കാക്കട്ടെ. അതൊന്നുമല്ല ദജ്ജാൽ. അങ്ങനെ ആവണമൊന്നുമില്ല. ഒരു സംഭവം കേൾക്കുക. ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സഹാബിയത്താണ് മഹദിയായ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടെല്ലാം പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. സഹാബാക്കളോടെല്ലാം പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ജിജാസയോടുകൂടെ കൗതുകത്തോടുകൂടെ പള്ളിയിലിരിക്കുകയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയപ്പോ എല്ലാവരും വലിയ കൗതുകത്തിലാണ്, ഭയപ്പാടോടുകൂടെയാണ് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ മിമ്പറിലിരിക്കുകയാ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് അവിടുത്തെ സഹാബത്തിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി വല്ലാഹി മാ ജമഅതുകും ലിറഗ്ബത്തിൽ വലാ റഗ്ബാ. പടച്ചവനാടെ, നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഭീഷണമായ കാര്യം പറയാനല്ല, എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന കാര്യം പറയാനല്ല, പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുമല്ല, മറിച്ച് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് വലാകിൻ ജമഅതുകും വല്ല തമീമദ്ദാരി കാന റജുലൻ നസ്റാനിയാ ഫജാഅ വബായ വഅസ്ലമ വഹദ്ദസനി ഹദീസൻ വാസഖ الذي كنت احدثكم അൽ മസീഹ് ദജ്ജാൽ. തമീമുദ്ദാരി എന്ന് പറയുന്ന മനുഷ്യൻ, തമീമുദ്ദാരി എന്ന് പറയുന്ന മനുഷ്യൻ കാന റജുലൻ നസ്റാനിയാ, മൂപ്പരൊരു നസ്റാനിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനായിരുന്നു, നേരത്തെ ക്രിസ്തുമതത്തിലായിരുന്നു. ആ തമീമുദ്ദാരി എന്റെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാനുമായി ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു കച്ചവട യാത്രയിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയുണ്ടായി. ആ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തമീമുദ്ദാരി എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അത്രേ, 30ഓളം ആളുകളുമായിട്ട് അദ്ദേഹം ഒരു യാത്രയിൽ, ഒരു കടൽ യാത്രയിലായിരുന്നു, ഒരു സമുദ്രയാത്ര. ഇന്നത്തെ പോലെ ആധുനിക കപ്പലുകളൊന്നും അല്ലല്ലോ, പായക്കപ്പലല്ലേ അന്ന്. ആ ദ്വീപിൽ ചെന്നപ്പോൾ അത്ഭുതകരങ്ങളായ ചില കാര്യങ്ങളാണ് കാണുന്നത്. വിശദീകരിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഷോർട്ടായ ഒരു കാര്യം പറയുക, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് അവർ ചില അത്ഭുത സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ദ്വീപിനകത്ത് അവർ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി പറഞ്ഞതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആ ദ്വീപിനകത്തൊരു പർണശാലയുണ്ട്. ആ പർണശാലയിൽ ഫൈദാ ഫീഹി അഅ്ലമു ഇൻസാനിൽ ഖൽഖ, അധികായനായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ശരീരത്തിലാകെ ചങ്ങലക്കിടപ്പെട്ടതായിട്ട്, തന്റെ ശരീരമല്ല ചങ്ങല കൊണ്ട് പൂട്ടിക്കിടപ്പെട്ടതായിട്ട് ഭീകരനായ ഒരു മനുഷ്യൻ, ഒരു കറുത്ത കരിമല്ലനായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നത് കണ്ടു. അങ്ങോട്ട് കയറി ചെന്നപ്പോ ഞങ്ങളെ കണ്ടപ്പോ അയാൾ ഇങ്ങനെ തുറച്ചു നോക്കി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞങ്ങളെങ്ങനെ നോക്കി അയാൾ, ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. വിജനമായ പ്രദേശത്ത് ഈ ഒറ്റയാലായ മനുഷ്യൻ, കണ്ടാൽ തന്നെ ഭീകരനായ മനുഷ്യൻ, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന മനുഷ്യൻ, ഇയാൾ ആരാണ് പടച്ചവരെ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ അയാൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടത്തുകാരാ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറബികളാണ്. അപ്പൊ അയാള് ചോദിച്ചു, അറബികളാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ കരയിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കാലങ്ങളേറെയായിരിക്കുന്നു. ഞാൻ ഈ ദ്വീപിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുന്നു. അതുകൊണ്ട് കരയിലെ ചില കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സത്യസന്ധമായിട്ട് മറുപടി പറയണം. തമീമുദ്ദാരി പറഞ്ഞു, ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നമ്മളൊക്കെ ആണെങ്കിൽ പേടിച്ചാ നിമിഷം മരിച്ചു പോകും, അല്ലേ? പടച്ചോനെ, കപ്പല് തകർന്നാ മതി, നമ്മൾ കടലിൽ വീഴണ്ട, അറ്റാക്ക് സംഭവിച്ച് മരിച്ചു പോകും. പക്ഷെ അവര് അറബികളാണ്, ഒരു ചുണക്കുട്ടന്മാരാണ്. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യയിൽ യാത്രയാക്കിയത്. കാരണം ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഈ ആദർശത്തെ, ഏത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ ഉരുക്ക് മുഷ്ടികളെ കൊണ്ട് തടഞ്ഞു നിർത്തി അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം നൽകാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ അവിടുന്ന് പരിചയപ്പെടുത്തുന്ന ആദർശത്തെ ലോകത്ത് പ്രബോധനം ചെയ്യാൻ അർപ്പണ മനോഭാവമുള്ള, ആഴത്തുള്ള, ഹിമ്മത്തുള്ള ഒരു ഖൗമായിരിക്കണം എന്നതുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഭൂഷാതനാക്കിയത്. തമീമുദ്ദാരി അടക്കമുള്ള അറബികൾ സംഭവം ക്രിസ്ത്യാനികളാണെങ്കിലും അവര് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുക. അപ്പോ അയാൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, അഖ്ബിറൂനി അൽ-നഖ്ലി ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തെ കുറിച്ച് എന്നോട് നിങ്ങൾ പറയുക. ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ബൈസാൻ എന്ന് പറയുന്നത് ജോർദാനിലെ പ്രശസ്തമായ ഒരു പട്ടണമാണ്. അവിടെ ഉള്ള ഈത്തപ്പന തോട്ടത്തിന് എന്താ സംഭവിച്ചത്?
ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്? അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്? അയാൾ ഞങ്ങളോട് ചോദിച്ചു, ഹൽ യുസ്മിറു, പൈസാനിലെ ഈത്തപ്പന തോട്ടത്തിലെ ഈത്തപ്പനകൾ കായ്ക്കാറുണ്ടോ? അതിനകത്ത് ഫലങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, അത് കായ്ക്കാറുണ്ട്. അന്നേരം അയാൾ പറഞ്ഞു, യൂഷികു അല്ലാ യുസ്മിർ, എന്നാൽ പൈസാനിലെ ഈത്തപ്പന തോട്ടങ്ങൾ കായ്ക്കാത്തൊരു കാലം വരാനെടുത്തിരിക്കുന്നു. പിന്നെ അയാൾ ഞങ്ങളോട് ചോദിച്ചു, അഖ്ബിറൂനി അൽ ബഹീറത്തി തബ്രിയ, തബ്രീസ് തടാകത്തെ കുറിച്ച് എന്നോട് നിങ്ങൾ പറയുക. തബ്രീസ് തടാകത്തിന്റെ അവസ്ഥ എന്താണ്? ജോർഡാനിന്റെയും സിറിയക്കും ഇടയിലുള്ള ലേക്ക് ഓഫ് ഖലീലി എന്ന് വിളിക്കപ്പെടുന്ന തടാകമാണ് തബ്രീസ് തടാകം എന്ന് പറയുന്നത്, ബഹീറത്തു തബ്രിയ എന്ന് പറയുന്നത്. ആ തടാകത്തെ കുറിച്ചാണ് ഇയാൾ ചോദിക്കുന്നത്. ആ തടാകത്തിന് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ചോദിച്ചു. തമീമുദ്ദാരി അടക്കമുള്ളവർ പറഞ്ഞു, അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അയാൾ പറഞ്ഞു, അതിനകത്ത് വെള്ളമുണ്ടോ? ആ നദിക്കകത്ത് വെള്ളമുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഞങ്ങൾ പറഞ്ഞു, അതിനകത്ത് സമൃദ്ധമായ വെള്ളമുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, യൂഷികു അൻ തസ്ഹബ മാഉഹാ, അതിലെ വെള്ളമെല്ലാം വറ്റി വരളുന്നൊരു കാലം വരാനിരിക്കുന്നു. പിന്നെ അയാൾ ചോദിച്ചു, സഹർ തടാകത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അതിന്റെ അവസ്ഥ എന്താ? ഞങ്ങൾ പറഞ്ഞു, അത് ചാവക്കടലിനടുത്തുള്ള ഒരു ചെറിയ അരുവിയാണ്, അതിനകത്ത് വെള്ളമുണ്ട്. പിന്നെ അയാൾ ചോദിച്ചു, പിന്നെ എനിക്കറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അഖ്ബിറൂനി അല്ലബീൽ ഉമ്മീ, നിരക്ഷരനായ ആളുകൾക്കിടയിൽ വരാനിരിക്കുന്ന ഒരു നബിയെ കുറിച്ച് എന്നോട് നിങ്ങൾ വൃത്താന്തം പറയുക. ആ നബി വന്നിട്ടുണ്ടോ? നിരക്ഷരനായ അറബികൾക്കിടയിൽ വരുന്ന ഒരു മഹാപ്രവാചകൻ, ഒരു ലോക പ്രവാചകൻ, ആ പ്രവാചകൻ വന്നിട്ടുണ്ടോ? അതെനിക്കറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ തമീമുദ്ദാരി പറഞ്ഞു, അതെ, ആ പ്രവാചകൻ വന്നിട്ടുണ്ട്. നസല മക്ക, അത് ആ പ്രവാചകൻ ഖറജ മിൻ മക്ക, മക്കയിൽ ആ പ്രവാചകൻ വന്നു. വനസല യസ്രിബ, മദീനയിലേക്ക് ആ പ്രവാചകൻ പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ അയാൾക്ക് അതൊരു വലിയ താല്പര്യമുണ്ട്. അന്ത്യപ്രവാചകൻ, ഉമ്മീയകൾക്കിടയിൽ വരുന്ന ഒരു പ്രവാചകൻ വന്നോ ഇല്ലയോ? തമീമുദ്ദാരി പറഞ്ഞു, അവരെന്ന മുസ്ലിങ്ങളല്ല, പക്ഷേ പ്രവാചകൻ മക്കയിൽ വന്നു, പക്ഷെ മദീനയിലേക്ക് പോയിട്ടുണ്ട്. അയാൾ ചോദിച്ചു, ഹൽ ഖാതലഹുൽ അറബു, ഹൽ ഖാതലഹുൽ അറബു, ആ പ്രവാചകനുമായിട്ട് അറബികൾ യുദ്ധം ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, അറബികൾ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ പ്രവാചകനുമായി അറബികൾ യുദ്ധം ചെയ്യുന്നുണ്ട്. അന്നേരം ആ മനുഷ്യൻ പറയുകയാണ്, ഇന്ന ദാലിക ഖൈറുൽ ലഹു അയ്യതൂ, ആ പ്രവാചകനെ അംഗീകരിക്കലാണ് അവർക്ക് നല്ലത്, ആ പ്രവാചകനെ അനുസരിക്കലാണ് അവർക്ക് നല്ലത്. എന്തിനാ പ്രവാചകനോട് അവർ യുദ്ധം ചെയ്യുന്നത്? എന്തിനാ പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? എന്തിനാണ് ആ പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ അവർ ആഹ്വാനം ചെയ്തത്? ആ പ്രവാചകനെ അനുസരിക്കലാണ് അവർക്ക് നല്ലത് എന്നാ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു എന്ന് തമീമുദ്ദാരി റസൂലുള്ളാഹിനോട് ഹിക്കായത്ത് ചെയ്യുകയാണ്. എന്നിട്ട് അയാള് പറഞ്ഞതത്രേ, വൈന്നീ മുഖ്ബിറുക്കും അന്നീ, ഇനി എന്നെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, അലൽ മസീഹ്, ഞാനാണ് മസീഹ്. വൈന്നീ ഊഷികു അൻ യൂദന ലീ ഫിൽ ഖുറൂജ് ഫഅഖ്റുജു ഫഅസീറു ഫിൽ അർളി ഫലാ അദ്ഉ ഖറയതൻ ഇല്ലാ ഹബത്തുഹാ ഫീ 40 ലൈലാ ഗൈറ മക്കത വ തൈബ. അല്ലാഹുവിന്റെ അനുമതി എനിക്ക് കിട്ടുന്ന സമയത്ത്, എനിക്ക് അനുമതി കിട്ടാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ദ്വീപിനകത്ത് കുറെ കാലങ്ങളായി കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള സമയം അടുത്തുകൊണ്ട് ഇരിക്കുകയാ. ഒരു നാളിൽ ഞാൻ ഇവിടെ വന്ന് പുറത്തു വരുന്നതാ. അങ്ങനെ വന്നാൽ 40 ദിവസത്തിനകത്ത് എല്ലാ പ്രദേശത്തും ഞാൻ എത്തുന്നതാ, ഏത് രാജ്യത്തിലും ഞാൻ എത്തുന്നതാ, ഏത് ഭൂഖണ്ഡത്തിലും ഞാൻ എത്തുന്നതാ. അങ്ങനെ ലോകത്തെ ഞാൻ എന്റെ കയ്യിന്റെ വിരൽ തുമ്പിലിട്ട് കറക്കുന്നതാ. അങ്ങനത്തെ ഒരു കാലം വരാനിരിക്കുന്നു. പക്ഷേ ഗൈറ മക്ക,
വതൈബ. മക്കയിലും തൈബയിലും കടക്കാൻ എനിക്ക് പറ്റൂല, മക്കയിലും തൈബയിലും കടക്കാൻ എനിക്ക് പറ്റൂല. ഫാത്തിമ ബിൻത് ഖൈസ് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഈ കാര്യം പറഞ്ഞിട്ട് മദീന പള്ളിയുടെ മെമ്പറിൽ ഇരിക്കുന്ന മുത്തുനബി അവിടുത്തെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി മദീന മെമ്പറിൽ ഇങ്ങനെ കുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദിഹി തൈബ, ഹാദിഹി തൈബ, ഹാദിഹി തൈബ. ദജ്ജാൽ കടക്കാത്ത തൈബ ഇതാണ്, മസീഹ് വരാത്ത തൗബ ഇതാണ്. എന്റെ മദീന മുഹമ്മദ് മുസ്തഫ, അൽ മദീനത്തു ലാ യദ്ഖുലു തഊൻ വല ദജ്ജാൽ. മദീനയിലെ പ്ലേഗം ദജ്ജാലും കടക്കുകയില്ല എന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഈ സംഭവം പറഞ്ഞ് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് മസ്ജിദ് നബവിയിലെ മിമ്പറിൽ ഇങ്ങനെ കുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതാണ് തൈബ, പരിശുദ്ധമായ മദീന. 40 ദിവസക്കാലം ഞാൻ കരയിലുണ്ടാവും, എല്ലായിടത്തും ഞാൻ എത്തും എന്ന് പറഞ്ഞു. എന്നൊരു സംഭവം ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും, അങ്ങനെ ഉസ്താദേ അതൊരു അതിശയോക്തി കലർന്നൊരു പ്രയോഗമല്ലേ, അങ്ങനെ ഉണ്ടാവും. ഈ കണ്ട കാലഘട്ടമായിട്ട് നമ്മളൊന്നും കടലിൽ കണ്ടില്ലല്ലോ. എത്ര ഗവേഷണം നടത്തി നമ്മൾ, എത്ര അത്ഭുതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചു, എത്ര ഫ്ലൈറ്റുകൾ, അതെ സമുദ്രത്തിന്റെ സമുദ്രാന്തര ഭാഗത്തേക്ക് ഊളിയിട്ട് പോകുന്ന അത്യാധുനികമായ യന്ത്രങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചില്ലേ? സമുദ്രത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ മനുഷ്യന്റെ മനസ്സ് പാകപ്പെട്ടില്ലേ? ഈ ഗവേഷണത്തിന്റെ, ഈ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം നമ്മളാരും ഇന്നോളം കണ്ടില്ലല്ലോ. അതിന് മറുപടി മനുഷ്യൻ എന്ത് ചൊക്ക കണ്ടെത്തിയത്? ഒസീനോഗ്രാഫി പറയുന്നത്, ആധുനിക സമുദ്ര ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്, സമുദ്രത്തെ കുറിച്ച് 5% പോലും ഇന്നും മനുഷ്യൻ പഠിച്ചിട്ടില്ല, സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ബഹറുണ്ടല്ലോ സമുദ്രം, കടല്, കുറച്ച് അപ്പുറത്ത് പോയാലുള്ള കടല് അല്ലേ? നമ്മള് തളിക്കുളത്ത് കടലുണ്ട്. പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കടപ്പുറത്ത് പോയി ഇരിക്കാറുണ്ട്, തൊട്ടടുത്ത് കടൽ. ആ സമുദ്രമില്ലേ, ആ സമുദ്രം പ്രിയപ്പെട്ടവരെ ഒരു മഹാ അത്ഭുതമാണ്, ലോകത്തിലെ ഒരു വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. സമുദ്രം പറയുന്നത് ഒരു സമസ്യയാണ്, സമുദ്രമെന്ന് പറയുന്നത് അത്ഭുതമാണ്, സമുദ്രമെന്ന് പറയുന്നത്. അതെ, ഇന്ന് ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, ഇന്ന് ലോകത്ത് ഇതുവരെ കഴിഞ്ഞുപോയ ശാസ്ത്രജ്ഞന്മാര്, അതിനെ കുറിച്ച് പഠിക്കുന്നവര് പറയുന്നു 5% പോലും കടലിനെ കുറിച്ച് പഠിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. സമുദ്രം എത്ര വിശാലമാണ്! അറ്റ്ലാന്റിക് സമുദ്രത്തിലെ, പസഫിക് സമുദ്രത്തിലെ ചാലഞ്ചർ ഗർത്തമെന്ന് പറയുന്ന ഗർത്തം മാത്രമാണ് മാക്സിമം ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയത്. മനുഷ്യന്മാര് മാക്സിമം പോയിരിക്കുന്നത് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ മനുഷ്യൻ മാക്സിമം പോയിരിക്കുന്ന ആഴമെന്ന് പറയുന്നത് 11 കിലോമീറ്ററുകളോളമുള്ള പസഫിക് സമുദ്രത്തിലെ ചാലഞ്ചർ ഗർത്തങ്ങളാണ്. മനുഷ്യൻ പോയതിൽ ഏറ്റവും ആഴം കൂടിയത് പസഫിക് സമുദ്രത്തിലാണ്, ശാന്ത സമുദ്രം. അതിൽ ചാലഞ്ചർ എന്ന് പറയുന്ന ഗർത്തം 11 കിലോമീറ്ററുകളോളം താഴോട്ടാണ്, സൈഡിലേക്കല്ല. ഒന്ന് 11 കിലോമീറ്റർ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് ഏകദേശം തൃപ്രയാർ പോണ വഴി ഉണ്ടാവും അല്ലേ? അതിലും കൂടുതലുണ്ടായിരിക്കും. തളിക്കുളത്ത് നിന്ന് തൃപ്രയാർ പോകുന്നതിനേക്കാളും കൂടുതൽ വഴി, അല്ലെങ്കിൽ തളിക്കുളത്ത് നിന്ന് ചേറ്റുവായിലേക്ക് പോകുന്ന വഴി, അല്ലെങ്കിൽ ചാവക്കാടെത്തുന്ന വഴി, അത്രത്തോളം താഴോട്ട് ആഴമാണ്. അത്രേ ഉള്ളൂ എന്നല്ല, മനുഷ്യൻ കണ്ടത് അത്രേ ഉള്ളൂ, പോയത് അത്രേ ഉള്ളൂ. ആകെ 3 പേരെ പോയിട്ടുള്ളൂ. കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ചന്ദ്രനിൽ ഇന്നോളം 12ഓളം ആളുകൾ പോയി, ചന്ദ്രനിൽ വരെ 12ഓളം ആളുകൾ പോയി. എവറസ്റ്റ് കൊടുമുടി 100 കണക്കിന് ആളുകൾ കയറി. പക്ഷേ ചാലഞ്ചർ ഗർത്തമെന്ന് പറയുന്ന സമുദ്രത്തിലെ ഇന്നും അത്ഭുതമായി സമസ്യയായി നിലകൊള്ളുന്ന ആ മഹാഗർത്തത്തിലേക്ക് ഇന്നോളം ആകെ പോയത് 3 ആളുകൾ മാത്രം. അവര് വമ്പന്മാരാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അത് മനുഷ്യൻ കണ്ടത്, ഇനി കാണാത്തത് എന്താ? അത്ഭുതമാണ്. സമുദ്രത്തെക്കുറിച്ച് ഇന്നും മനുഷ്യന്മാര് പഠിച്ചിട്ടില്ല. പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു സമുദ്രത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ വിചിത്രമായിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്ന് പറയുമ്പോ, അങ്ങനത്തെ ഒരു സംഭവം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടില്ലോ എന്ന് പറയണ്ടാണ്.
5% പോലും പഠിച്ചില്ലെങ്കിൽ ബാക്കി 95% എവിടെയെങ്കിലും ആയിരിക്കും അത്. വേണ്ട. ഇന്നും മനുഷ്യന്റെ മുന്നിൽ സമസ്യയല്ലേ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചുഴി ഇന്നും മനുഷ്യന്റെ മുന്നിൽ അത്ഭുതമല്ലേ. അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അമേരിക്കക്ക് കീഴടക്കാൻ പറ്റുമോ? അമേരിക്കൻ വൻകരയിൽ നിന്ന് 980 കിലോമീറ്ററിനപ്പുറത്തുള്ള ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചുഴിക്ക് മുകളിലൂടെ 50ഓളം വിമാനങ്ങളെയല്ലേ താഴോട്ട് പിടിച്ചുകൊണ്ടുപോയത്. ഏകദേശം അത്രത്തോളം കപ്പലുകളെയല്ലേ റാഞ്ചിക്കൊണ്ടുപോയത്. ഇന്നോളം പിടുത്തമുണ്ടോ? അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അറിയാൻ ശ്രമിച്ചുകൊണ്ട് ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ഗവേഷണം നടത്താൻ പോയ ഫ്ലൈറ്റുകളെ പിടിച്ചുകൊണ്ടുപോയപ്പോ അമേരിക്കക്കാരെ വാപ്പൊളിച്ച് നിൽക്കാനല്ലാതെ, നിസ്സഹായരായി നിൽക്കാനല്ലാതെ മനുഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മനുഷ്യന്മാരെ അഹങ്കരിക്കല്ലേ. നിങ്ങൾ എത്ര വളർന്നാലും, നിങ്ങൾ എത്ര ഗവേഷണം നടത്തിയാലോ നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് പരിമിതമാ. മനുഷ്യന്റെ കഴിവ് തുച്ഛമാ. ബർമുഡ ട്രയാങ്കിളിന്റെ ചുരുളഴിക്കാൻ ഇന്നോളം ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. സമസ്യയാണ്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരുതരം മാഗ്നറ്റിക് പവർ എന്ന് പറയാനല്ലാതെ എന്ത് ചുക്ക അതിനെ കുറിച്ച് അറിഞ്ഞ് അവിടെ ആയിരിക്കും ദജ്ജാല്. ദജ്ജാലായിരിക്കും പിടിച്ചുകൊണ്ടേണ്ടാവുക. ഇത്രയും കപ്പലുകളും ഫ്ലൈറ്റുകളും ഒക്കെ. അല്ലാഹു അലം. ഇത് ദജ്ജാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കോ? വേറെ സാധ്യതകളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തമീമുദ്ദാരി ഞാൻ സമുദ്രയാത്രയിൽ ഒരു ദ്വീപിൽ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ആ ഒരു സംഭവം ഇന്ന് ഒരു പക്ഷേ നമുക്ക് കൗതുകമായി തോന്നിയെങ്കിലും ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഈ ഹദീസിന്റെ സ്വീകാര്യതയെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഖബർ അഹാദാണ്, അത് മുത്തവാത്തിർ അല്ല എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഈ ഹദീസ് ഫാത്തിമ ബിൻത് ഖൈസ് മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട്, അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിശദമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് വന്നത് ഫാത്തിമ ബിൻത് ഖൈസിൽ നിന്നും മാത്രമാണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സംഭവം പറയുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമുദ്ദാരി ആ ദ്വീപിനകത്ത് കണ്ട ആ സാധനമാണ് ദജ്ജാൽ എന്ന് അല്ലാഹുവിന്റെ റസൂല് വ്യക്തമായി പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടില്ല. അതാണ് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി തുറന്നു പറഞ്ഞിട്ടില്ല. അല്ലാന്നും പറഞ്ഞിട്ടില്ല. അനൽ മസീഹ് എന്നാണ് അയാൾ പറഞ്ഞത്. ഞാനാണ് മസീഹ്, ലോകസഞ്ചാരി ഞാനാണ്. ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുന്ന മസീഹിന് ധാരാളം അർത്ഥമുണ്ട്. ലോകസഞ്ചാരി എന്ന അർത്ഥമുണ്ട്, വ്യാജൻ എന്ന അർത്ഥമുണ്ട്, വിപരീതാർത്ഥത്തിലും മസീഹ് ഉപയോഗിക്കാറുണ്ട്, സത്യസന്ധൻ എന്ന അർത്ഥത്തിലും മസീഹ് ഉപയോഗിക്കാറുണ്ട്. മസീഹു ഈസ, അവിടെ രണ്ടിടത്ത് രണ്ടർത്ഥമാണ്. ഇവിടെ ഏറ്റവും വലിയ വ്യാജവാദിയായ ദജ്ജാൽ, ഏറ്റവും വലിയ കള്ളനായ ദജ്ജാൽ, ലോകത്തെ മൊത്തം അക്രമം വിളിച്ചുകൊണ്ട് സംഹാര താണ്ഡവം ചൈത്രയാത്ര നടത്തുന്ന ദജ്ജാൽ, ആ ദജ്ജാലാണ് തമീമുദ്ദാരിയ സമുദ്രത്തിൽ കണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂല് വ്യക്തമായി പറഞ്ഞിട്ടില്ല, നിഷേധിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ടതായിരിക്കാം. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് കൗതുകം തോന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോ. എന്തോ ആവട്ടെ, ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് തമീമുദ്ദാരി ദ്വീപിനകത്ത് കണ്ട ആ സാധനം തന്നെയാണ് മസീഹുദ് ദജ്ജാൽ എന്നും ഒരു സന്ദർഭത്തിൽ ആ ദ്വീപിൽ നിന്ന് അയാൾ വരികയാണ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ആണെങ്കിലും അല്ലെങ്കിലും മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന സാധനം ഒരു സത്യമാണ്. ലോകത്ത് മുഴുവൻ നാശം വിതയ്ക്കുന്ന അക്രമകാരി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എവിടെ നിന്നാണ് മസീഹുദ് ദജ്ജാലിന്റെ പുറപ്പാടുണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദജ്ജാൽ يخرج من الأرض بالمشرق يقال له خراسان. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദജ്ജാലിന്റെ പുറപ്പാട് സംഭവിക്കുന്നത്, ദജ്ജാൽ അവന്റെ ചൈത്രയാത്രക്ക് തുടക്കം കുറിക്കുന്നത്, അവന്റെ നാശത്തിന്റെ പ്രയാണത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് തന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ചാ പറയുന്നത്,
കിഴക്ക് ഭാഗത്ത് നിന്നാണ് അവൻ വരിക, കിഴക്ക് ഭാഗത്ത് നിന്നാണ് അവൻ വരിക. മദീന പള്ളിയിൽ വെച്ച് ഹബീബായ നബി പറയുമ്പോ മദീനയുടെ കിഴക്കെന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ, ഇറാൻ, ഇറാഖ്, സിറിയ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ അന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതിന് മൊത്തം ഷാം എന്നാണ് പറയാ. വേറൊരു ഹദീസിൽ ഷാമിൽ നിന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഷാമിൽപ്പെട്ടതാണ് ഇന്നത്തെ ഇസ്രായേൽ, ജോർഡാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കിഴക്ക് നിന്നാണ് വരിക, കിഴക്ക് നിന്നാണ് വരിക, മദീനയുടെ കിഴക്കായ ഷാമിന്റെ ഭാഗത്ത് നിന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ പറഞ്ഞു ഖുറാസാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്. ഇന്ന് ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലം ഇറാനിലാണുള്ളത്, പക്ഷെ ഏകദേശം ഇസ്രയേലിന്റെ തൊട്ടടുത്താണുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഹദീസുകളിൽ നിന്ന് ദജ്ജാലിന്റെ പുറപ്പാട് സംഭവിക്കുന്നത്, ദജ്ജാലിന്റെ ആസ്ഥാനമായി വർത്തിക്കുന്നത് ഇസ്രായേലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഇസ്രായേലാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിന്റെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോ അത് തന്നെയാണ് സാധ്യതയുള്ളത്. ലോകത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഏത് കാലഘട്ടത്തിലും ഈ മുസ്ലിമീകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ആരോടും ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട ഫലസ്തീനിലെ നിരപരാധികളായ നൂറുകണക്കിന് കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ലോകത്തിലെ വൃത്തികെട്ട തമ്മാടികളുടെ നാട്ടിൽ തന്നെയായിരിക്കും ഏറ്റവും വലിയ തമ്മാടികളുടെ ആസ്ഥാനം ഒരുങ്ങുന്നത്. ഇന്ത്യയിലാവാൻ സാധ്യത കുറവാണ്. കാരണം ഇന്ത്യയിൽ കുറച്ച് വർഗീയവാദികളും ഫാഷിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാരിൽ ഭൂരിഭാഗവും നല്ലവരാണ്. ദജ്ജാൽ എന്ന് പറയുന്ന ഒരു തമ്മാടിയെ ഒരു കാരണവശാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, നമുക്ക് ശ്രദ്ധ ബാധിക്കും. പിന്നെ അല്ലാഹുവിന്റെ റസൂല് കിഴക്ക് നിന്ന് വരുമെന്ന് പറഞ്ഞത്, കിഴക്കെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാട് രാജ്യം. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് ഇസ്രായേൽ എന്ന് തുറന്നു പറഞ്ഞില്ല, ഇസ്രായേൽ എന്ന് തുറന്നു പറഞ്ഞില്ല. കാരണം ഹബീബായ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായത് 1948 പാവപ്പെട്ട ഫലസ്തീനുകളായ അറബികളെ പുറന്തള്ളിയിട്ട് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്മുറക്കാരായ ഫലസ്തീനിലെ പാവപ്പെട്ട അറബികളെ, ആ അറബികളെ ആട്ടിയോടിച്ചിട്ട് സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കിയിട്ട് അക്രമമായിട്ട് ബ്രിട്ടന്റെ സഹായത്തോടുകൂടി അവസാനം 1948 മെയ് മാസം 14-ാം തീയതി ഐക്യരാഷ്ട്രസഭയില് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രഖ്യാപനം നടന്നത് ഈ അടുത്ത കാലഘട്ടത്തിലല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ കാലത്തതില്ല. അതുകൊണ്ട് റസൂലുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞില്ല, എന്ത് പറഞ്ഞു? മിനൽ മശ്രിഖി, കിഴക്കാണത്, ഷാമിലാണത്, ഷാമിൽ പെട്ടത് തന്നെയാണ് ഇസ്രായേൽ.